നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോണത് നമ്മുടെ പാലക്കാടിലെ റെയിൽവേ കോളനി ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു അപ്പാർട്ട്മെൻറ്റിനാണ് പരിചയപ്പെടാൻ വേണ്ടി പോണത്. ഇന്ന് കാണാൻ വേണ്ടി പോണ അപ്പാർട്ട്മെൻറ്റ് ഇതാണ്. അപ്പോൾ നമ്മളുടെ ഈ അപ്പാർട്ട്മെന്റിന്റെ പേര് ആസ്പയർ അപ്പാർട്ട്മെന്റ് എന്നാണ്. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പാലക്കാടിലെ റെയിൽവേ കോളനി ഭാഗത്ത് ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഉമ്മാർപ്പന്നിയാണ് പോലീസ് സ്റ്റേഷൻ. ഇവിടെ കാണുന്നത് വന്നിട്ട് നമ്മുടെ റെയിൽവേ കോളനി ഹേമാംബിക പോലീസ് സ്റ്റേഷനാണ് ഈ ഉമ്മാർത്ത് കാണുന്നത്. അതേപോലെ ആ തൊട്ടടുത്ത് അവിടെ അവിടെ ഒരു വണ്ടി നിൽക്കുന്നുണ്ട്. ആ വണ്ടീൻ്റെ തൊട്ടടുത്തുള്ളത് വന്നിട്ട് സെൻട്രൽ സ്കൂളാണ്. സോ നമ്മുടെ പാലക്കാടിലെ സെൻട്രൽ സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളുടെ ഈ പ്രോപ്പർട്ടി ഒന്ന് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ അപ്പാർട്ട്മെന്റിൽ മൊത്തം വന്നിട്ട് 40 വീടുകളാണ് ഉള്ളത്. അതിൽ ഒരെണ്ണമാണ് കൊടുക്കാനുള്ളത്. നമുക്ക് കാണാൻ വേണ്ടി പോണ ഫ്ലാറ്റ് വന്നിട്ട് 7ാമത്തെ ഫ്ലോറിലാണ് ഉള്ളത്. മൊത്തം 2 ബെഡ്റൂം ഹാള് കിച്ചണായിട്ട് 1156 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള ഫ്ലാറ്റാണ് നമ്മൾ കാണാൻ വേണ്ടി പോണത്. ഉള്ളിൽ എങ്ങനെയുണ്ട് നമുക്ക് കാണാം. നമ്മുടെ ഫ്ലാറ്റിൽ വരുമ്പോൾ തന്നെ എല്ലാ ഭാഗത്തും അത്യാവശ്യം നല്ല രീതിക്കുള്ള കാർ പാർക്കിംഗ് സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിന്റെ പുറകുവശം നമുക്ക് വന്നിട്ട് കാർ പാർക്കിംഗ് ഉണ്ട്. 2 ലിഫ്റ്റാണ് ഉള്ളത്. നമ്മുടെ ഈ ഫ്ലാറ്റിൽ വന്നിട്ട് 2 ലിഫ്റ്റാണ് ഉള്ളത്. ഇവിടെ ഒരു ലിഫ്റ്റും സർവീസ് ലിഫ്റ്റ് ഇപ്പുറത്തും ഉണ്ട്. 2 ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കാണാൻ വേണ്ടി പോണ ഫ്ലാറ്റ്. കയറി വന്ന വഴിക്ക് ഇവിടെ നല്ല രീതിക്കുള്ള സോഫയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ സോഫയൊക്കെ കൂടിയിട്ടാണ് അങ്ങനെ തന്നെയാണ് അവർ തരാൻ ഉദ്ദേശിക്കുന്നത്. മൊത്തം വന്നിട്ട് 1156 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 2 ബെഡ്റൂം ഹാളിൽ കിച്ചൺ ആയിട്ടുള്ള ഒരു ഫ്ലാറ്റാണ് ഈ ഫ്ലാറ്റ്.
ഇപ്പോൾ കയറി വന്ന വഴിക്ക് ഇത്രയ്ക്കും സ്പേസ് ധാരാളമുണ്ട്. ഇവിടെ ഹാള് കഴിഞ്ഞാലും ഇവിടെ വന്ന ഡൈനിങ് സ്പേസ് ഇവിടെയാണുള്ളത്. നല്ല വൃത്തിയുള്ള ഡീസൻ്റ് ആയിട്ടുള്ള ഫ്ലാറ്റാണ് ഇത്. ഈ ബിൽഡിംഗ് വന്നിട്ട് കെട്ടി ഏകദേശം ഒരു 7-8 വർഷം ആകുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒരിക്കലും താമസിച്ചിട്ടില്ല. ഓണർ അവരുടെ പർപ്പസിന് വേണ്ടിയിട്ട് ഇത് മാറ്റിവെച്ച ഫ്ലാറ്റായിരുന്നു. ഇപ്പോൾ വന്നിട്ട് കൊടുക്കുക എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഈ ഹാള് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിന്റും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ 2 ബെഡ്റൂമാണ് നമ്മുടെ ഫ്ലാറ്റിൽ ഉള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമായിട്ട് നമുക്ക് ഈ ബെഡ്റൂമിനെ കാണാം. നല്ല വൃത്തിയുള്ള ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന്റെ ബാത്ത് അറ്റാച്ച്ഡ് ഉള്ളത് ഇവിടെയാണ്. അതേപോലെ ഈ ലൊക്കേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ. കാരണം ഇവിടെ പാലക്കാടിൽ റെയിൽവേ ഡിവിഷൻ ഓഫീസിൽ നിന്ന് ഇവിടേക്കൊന്ന് ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉണ്ടാവുള്ളൂ. അതേപോലെ ഒലവക്കോട് റെയിൽവേ ജംഗ്ഷനിൽ നിന്ന് ഇവിടേക്ക് ഏകദേശം ഒരു 1.5 മുതൽ 2 കിലോമീറ്റർ ഡിഫറൻസ് ആണ് ഉള്ളത്. നമ്മുടെ റെയിൽവേ എംപ്ലോയീസ് ഒരുപാട് പേര് ഈ ഭാഗത്ത് താമസിക്കുന്നതാണ്. അവർക്ക് വരാനും പോകാനും അക്സസിബിലിറ്റി നന്നായിട്ടുണ്ടാകും. അതേപോലെ ഇവിടുന്ന് ഒരു 200 മീറ്ററിൻ്റെ അപ്പുറത്താണ് റെയിൽവേ ഹോസ്പിറ്റൽ ഉള്ളത്. അതേപോലെ റെയിൽവേ സ്കൂള് നമ്മുടെ ഉമ്മാർത്ത് ഇറങ്ങിയിട്ട് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേ സ്കൂളായി. ഇനി ഏതൊരു സ്ഥലത്തേക്കും പോകാനും വരാനും വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനാണ്. അതുകൂടാതെ ഇതൊന്ന് താഴെ ബസ് റൂട്ടാണ്. ഈവൻ റെയിൽവേ കോളനിക്ക് പാലക്കാട്ടിൽ നിന്ന് മിനിറ്റിന് ബസ് ഉണ്ട്. ആ ബസ് വന്ന് തിരിയുന്നത് ഇവിടെ നിന്ന് ആകെപ്പാടെ 100 മീറ്ററിൻ്റെ അപ്പുറത്താണ് ബസ് വന്ന് തിരിയുന്നത്. സോ എല്ലാ സൗകര്യവും ഉള്ള ഒരു സ്ഥലത്തിലാണ് നമ്മുടെ ഈ ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഹാള് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഓപ്പൺ കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ട് ഓപ്പൺ കിച്ചണാണ്, കിച്ചൺ ഏരിയ. ഈ വീട്ടിൻ്റെ വെള്ളത്തിൻ്റെ സൗകര്യം വന്നിട്ട് ഓപ്പൺ വെല്ലാണ്. നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റിൽ 2 ഓപ്പൺ വെല്ലുണ്ട്. അതുകൊണ്ട് ധാരാളം വെള്ളമുണ്ട്. വെള്ളത്തിൻ്റെ യാതൊരു പ്രശ്നവുമില്ലാത്ത നല്ലൊരു ഏരിയയിലാണ് നമ്മളുടെ ഈ ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മന്ത്ലി മെയിൻ്റനൻസ് വന്നിട്ട് 2500 രൂപയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ 2ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ ബാത്ത് അറ്റാച്ച്ഡ് ഇതാണ്. നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്ന് ഈ ജനലിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതവിടെ കാണുന്നത് വന്നിട്ട് പോലീസ് സ്റ്റേഷനും സെൻട്രൽ സ്കൂളും നേരിട്ട് ഉമ്മാർത്തുള്ളതാണ്. ആ ട്രാവലർ നിൽക്കുന്നതിൻ്റെ തൊട്ട് ഉമ്മാർത്തുള്ളത് വന്നിട്ട് സെൻട്രൽ സ്കൂളാണ്. അതിന് ചേർന്ന പോലെ ഇപ്പോഴത്തുള്ളത് വന്നിട്ട് നമ്മുടെ ഹേമാംബിക പോലീസ് സ്റ്റേഷനാണ്. അതേപോലെ നമ്മുടെ ഈ ഫ്ലാറ്റുണ്ട്. നമ്മുടെ ഫ്ലാറ്റ് കഴിഞ്ഞ് കുറച്ച് അപ്പുറത്ത് ഇത്തിരി അത്യാവശ്യം ഓപ്പൺ സ്പേസ് ധാരാളമുണ്ട്. അപ്പോൾ തുണിയൊക്കെ കഴുകിയിട്ട് ഉണക്കാടാൻ പറ്റിയ സ്ഥലമുണ്ട്. അതേപോലെ മുകളിലും ഫുള്ളി ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അവിടെയും തുണിയൊക്കെ കഴുകിയിട്ട് ഉണക്കാടാൻ പറ്റിയ രീതിക്കുള്ള സെഗ്മെന്റ് ഉണ്ട്. നല്ലൊരു അസോസിയേഷൻ ഉള്ള ഒരു ഫ്ലാറ്റാണ് നമ്മൾ പരിചയപ്പെടുന്ന ഈ ഫ്ലാറ്റ്. അപ്പോൾ
നമ്മൾ പരിചയപ്പെട്ട ഈ ഫ്ലാറ്റിൻ്റെ ഉടമസ്ഥൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ പാലക്കാടിലെ റെയിൽവേ കോളനി ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു ഫ്ലാറ്റാണ്. മൊത്തം നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് 40 ഫ്ലാറ്റാണ് ഉള്ളത്. അതിൽ ഒരെണ്ണമാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അതൊന്ന് 7th ഫ്ലോറിലാണ്. നല്ല രീതിക്കുള്ള കാർ പാർക്കിംഗ് സൗകര്യം എല്ലാവരും ഉള്ള ഒരു ഫ്ലാറ്റാണ് ഈ ഫ്ലാറ്റ്. അതേപോലെ ഈ സ്ഥലമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. ഇവിടെ നിന്ന് എവിടേക്ക് വേണമെങ്കിലും നമ്മുടെ റെയിൽവേ കോളനിയിൽ ഒരു കടയ്ക്ക് വേണമെങ്കിലോ അതേസമയത്ത് സ്കൂള്, ഹോസ്പിറ്റൽ എന്നിവ വളരെ അടുത്തായിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. നമ്മുടെ ഓലയോട് റെയിൽവേ ജംഗ്ഷനിൽ ആകപ്പാട് 1 മുതൽ 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഇവിടേക്ക് ഉള്ളത്. ബസ് റൂട്ടാണ്, എല്ലാ സൗകര്യമുള്ള നല്ലൊരു ഫ്ലാറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫ്ലാറ്റ്. അപ്പോൾ നമ്മളുടെ ഈ ഫ്ലാറ്റിൻ്റെ ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന റേറ്റ് വന്നിട്ട് 42,50,000 രൂപയാണ്. നേരിട്ടൊന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ പ്രൈസിന് ചെറിയൊരു നെഗോഷ്യബിളും കൂടി വരും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ അപ്പാർട്ട്മെൻറ്റിൽ ഈ ഫ്ലാറ്റ് എടുക്കാം എന്ന താല്പര്യമുള്ള വ്യക്തികൾ എന്നെ വിളിക്കുക. ഞാൻ ശിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസ്. നിങ്ങളുടെ ഇടപാടുകൾ ഏതുണ്ടെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു തരുന്നതാണ്. അഥവാ ബാങ്ക് ലോൺ ആവശ്യപ്പെടുന്ന വ്യക്തികൾക്ക് ബാങ്ക് ലോണും കൂടി ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഈ ഫ്ലാറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ വിളിക്കുക. നന്ദി, നമസ്കാരം.